ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തക്കാളി രസമാണ്. ഓണത്തിന് രസമില്ലാതെ എന്ത് സദ്യയല്ലേ. അപ്പം നമുക്ക് സദ്യ സ്റ്റൈൽ രസം തയ്യാറാക്കിയാലോ. അതിനായി ഇതാ 2-3 കഷ്ണം ഇഞ്ചി, 2-3 കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, തക്കാളി നമ്മൾ തോനെ എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി രസമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇഞ്ചിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതാ ഇവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ അതാ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ഒരു പച്ച മണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ 1-2 എടുത്തേക്കണം. വലുതാണെങ്കിൽ നമുക്കിതാ 1 എടുത്താൽ മതി. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തൊന്ന് ഉടഞ്ഞ് വരണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രസം പൊടിയാണ്. 1 സ്പൂൺ രസത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്കയുടെ വലുപ്പമുള്ള ഒരു പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി അതിൻ്റെ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിന് പുളി നമ്മുടെ തക്കാളിയിൽ കാണും. പിന്നെ നമ്മൾ കുറച്ച് പുളിയും കൂടെ മാത്രമേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ എടുത്ത് അതിൻ്റെ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.